അവൻ നമ്മളോട് കാണിച്ച ചതി നിങ്ങൾക്ക് അറിയോ? നമ്മളിപ്പോ വലിയ കോടീശ്വരനായിട്ടുണ്ട് ഇവിടെ. യൂട്യൂബ് വീഡിയോ നിർത്തുകയാണ് എന്നാണ് ഫിറോസ് അറിയിച്ചിരിക്കുന്നത്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ചെറിയൊരു ചുവടുവെപ്പ് വെച്ചാലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ദുബായിലേക്ക് വന്നത്. അപ്പൊ ചെറിയൊരു ബിസിനസ്സിലേക്ക് ഒന്ന് മാറിയാലോ എന്നാണ്. തിരിച്ചു വരുമ്പോൾ ആ കസേരക്ക് ചിലപ്പോ നാടില്ലാണ്ടാവും. നടുവും തുറന്ന് അടുത്ത പ്രാവശ്യം ഞാൻ ഇരിക്കേണ്ടി വരും. പക്ഷെ ചുമക്കാൻ ഈ തെണ്ടികൾ ഉണ്ടാവോന്ന് എനിക്കറിയില്ല. എല്ലാം ഞാൻ നേരിടാൻ പോവാ. എന്തെങ്കിലും വീണ്ടും വീണ്ടും നമ്മൾ കാണിക്കേണ്ടെന്നൊരു ഇതും കൂടി ഉണ്ട് കേട്ടോ. അതൊക്കെയാണ് നമ്മൾ യൂട്യൂബിൽ നിന്ന് അതൊക്കെ ഒന്ന് മാറി ബിസിനസ്സിലേക്ക് പോകാനുള്ള ഒരു ചിന്താഗതി നമുക്കുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ തൊഴിൽ എന്നേക്കുമായി നിർത്താൻ. അമ്മ ചത്താലും ചത്തില്ലെങ്കിലും അടിയന്തരം 16-ാം തീയതി പറഞ്ഞ പോലെയായി. നല്ലൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ടായിട്ടൊക്കെ മതി നിർത്തലൊക്കെ. ബിസിനസ് തുടങ്ങിയപ്പോൾ നമ്മളെ കാണാതിരിക്കില്ല. നിങ്ങൾ ഫുൾ ടൈം ഉണ്ടാവും. ഇത് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആയിരിക്കും നിങ്ങളെ കാണുക. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലെ റീൽസും യൂട്യൂബിൽ റീൽസും എല്ലാം ഉപയോഗിക്കും. നമ്മൾ യൂട്യൂബിൽ കുക്കിംഗ് ആണ് കുറച്ച് കുറയ്ക്കാനുള്ളൊരു പരിശ്രമം. ഇനി വരുമെന്ന് തോന്നുന്നില്ല. ഇനിയും കാത്തിരുന്ന ഒരു പ്രയോജനമില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റെഡിയായി ഇരിക്കാൻ സൂട്ട് കേസ് ഒക്കെ റെഡിയാക്കി ഇരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. വെറും വാഗ്ദാനം, അതുകൂടെ മനസ്സിലായില്ല. കച്ചവട കണ്ണോടുകൂടി മാത്രം ആളുകളെ കാണുന്നവർക്ക് ബന്ധങ്ങളുടെ ഒന്നും വില മനസ്സിലാവില്ല, സൗഹൃദത്തിന്റെ വില മനസ്സിലാവില്ല. നീ എന്തിനാണ് കിടന്ന് കരയില്ലേ? നീ ഇങ്ങനെ കിടന്ന് കരയല്ലേ? ഇതാണുങ്ങളായ കൺട്രോള് വേണം. നീ ഒന്നും പറയണ്ട. ഈ കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തല്ലേ വേണ്ടത്. അതും ഒരു കണക്കിന് ശരിയാ. പിന്നല്ലാതെ. അതുകൊണ്ട് തന്റെ പിന്നിൽ ഒരു ശക്തിയായി ഞാൻ ഉണ്ടാകും. താൻ ധൈര്യമായി നടത്തിക്കോ. താൻ എന്താ വിചാരിച്ചേ? ജീവിതകാലം മുഴുവൻ തന്റെ ചെരുപ്പ് നോക്കി ഞാൻ ഇവിടെ കഴിയുന്നു വിചാരിച്ചോ? വേലക്കാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഞാൻ തനിക്ക് കാണിച്ചു തരാം. എല്ലാം പറഞ്ഞ പോലെ പോയിട്ട് വരാം. സ്ക്രീനിൽ കാണാം. സ്ക്രീനിൽ കാണാം.